ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ടമിടിയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. വളരെ നാളുകളായി നിങ്ങളുമായി പങ്കുവെക്കണം, സംവദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് ആലോചനയ്ക്കെടുക്കുകയാണ്. വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഞാനൊരു മതവിശ്വാസിയല്ല. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നെറ്റിച്ചുളിയാനിടയുണ്ട്. പലരും എന്നെ കാണുന്നത് ഒരു മതവിശ്വാസിയായിട്ടാണ്. ക്രിസ്തു മതം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ക്രിസ്തു മതം എന്നൊരു മതമില്ലെന്നും, ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ലെന്നും, ക്രിസ്തു ഒരു മത നേതാവല്ലെന്നും, സഭാ കൂട്ടായ്മ ക്രിസ്തുവിന്റെ ശരീരമാണെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ക്രൈസ്തവ ധർമ്മം ഒരു മതസ്വരൂപമല്ല എന്ന ഉറപ്പ് സഭാപ്രബോധനങ്ങളിലൂടെയും വിശ്വാസ പാരമ്പര്യ ജീവിതത്തിലൂടെയും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സഭ കാണപ്പെടുന്നത് ഒരു മതമായിട്ടാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് റോമ സാമ്രാജ്യം ക്രൈസ്തവ വിശ്വാസത്തെ മതമായി, ഔദ്യോഗിക മതമായി അംഗീകരിക്കുന്നതോടെയാണ് മതമെന്ന ധാരണ പ്രബലപ്പെടുന്നത്. വാസ്തവത്തിൽ ക്രിസ്തു വിശ്വാസത്തിന് ഒരു മതസ്വരൂപമായി നിലനിൽക്കാൻ കഴിയില്ല. കാരണം യേശു ഒരു മതസ്വരൂപത്തിന്റെ സാധാരണത്വത്തെ പൊളിച്ചുകൊണ്ടാണ് വിശ്വാസത്തിന്റെ വഴി തുറക്കുന്നത്. യഹൂദമതത്തിന്റെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും നിയമവ്യവസ്ഥയും എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതെന്നും മനുഷ്യനെ അടിമകളാക്കുന്നതെന്നും ഒപ്പം തന്നെ ദൈവത്തെയും ഒരു മതൽക്കെട്ടിനപ്പുറത്ത് എപ്പോഴും തളച്ചിടുന്നതും എങ്ങനെയാണെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യത്വത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ് ക്രിസ്തു. ഒപ്പം തന്നെ ദൈവത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒന്നാണ് ക്രിസ്തുവിന്റെ പ്രവർത്തനം. സത്യദൈവവും നിത്യജീവനുമായ ഒരുവൻ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജീവിച്ച് മനുഷ്യത്വത്തിന്റെ പരിമിതികൾക്ക് സ്വയം പരിഹാര ബലിയായി മാറി മനുഷ്യനെ വിമോചിപ്പിക്കുന്നു. ഭാവാത്മകമായ ദൈവബോധത്തെ ജീവിത യാഥാർത്ഥ്യമാക്കി അനുഭവപ്പെടുത്തുന്നു എന്നതാണ് ക്രിസ്തുവിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ യേശുവിൽ വിശ്വസിക്കുകയും സഭയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നയാളാണ്. കത്തോലിക്ക സഭ ഒരു മതമായി എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഏകരൂപമുണ്ടാകുന്നതായി സഭയിൽ കാണാൻ കഴിയില്ല. ലോകത്തെമ്പാടും സഭ വിവിധതരം ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. പ്രാദേശികമായ ആചാരങ്ങളെ, സംസ്കാരങ്ങളെ സ്വീകരിച്ചുകൊണ്ടും ക്രിസ്തുവിശ്വാസത്തെ ആ സംസ്കാരങ്ങൾക്കകത്ത് സന്നിവേശിപ്പിച്ചുകൊണ്ടും മനുഷ്യത്വത്തിന് സമ്പൂർണമായ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഒരിടമായിട്ടാണ് സഭയെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സഭയ്ക്ക് പുറത്ത് പിശാച് മാത്രമേ ഉള്ളൂ എന്നും എല്ലാ മനുഷ്യരെയും സൃഷ്ടപ്രപഞ്ചത്തെയും ചേർത്ത് വയ്ക്കുന്ന ദൈവസ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് സഭയെന്നും വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ച് ഞാനൊരു മതവിശ്വാസിയല്ല. ഒരു മതത്തിന്റെ ആചാരക്കെട്ടുകൾക്കകത്ത് തളച്ചിടാൻ ഞാൻ ഒരുക്കമല്ല. മാനവികത സമ്പൂർണമായ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്നും അവൻ എന്ത് ഭക്ഷിക്കണം, എന്ത് ധരിക്കണം എന്നും ആധുനിക കാലത്തെ ജീവിതക്രമത്തിനകത്ത് വിശ്വാസത്തിന്റെ നിലപാട് സ്നേഹത്തിൽ അധിഷ്ഠിതമായി എങ്ങനെ എടുക്കണമെന്നും സ്വതന്ത്രമായി തീരുമാനിക്കാനുള്ള ഒരു ബോധ്യം സഭ നമുക്ക് നൽകുന്നുണ്ട്. ജീവിത ചുറ്റുപാടുകളെ ശരിയായ മനസാക്ഷിയോടെ പഠിക്കാൻ, സത്യത്തിൽ ഉറച്ച് ജീവിതം അപരോന്മുഖമാക്കി മാറ്റാൻ എന്ത് ചെയ്യണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത് എന്നാണ് എൻ്റെ ബോധ്യം. കത്തോലിക്ക തിരുസഭയിൽ മാനവികതയ്ക്കെതിരായി, അതല്ലെങ്കിൽ മനുഷ്യ സ്വാതന്ത്ര്യത്തിനെതിരായി എന്തെങ്കിലും പരിമിതികളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിലനിൽക്കുന്ന ജീവിത ചുറ്റുപാടിലും വിശ്വാസ ജീവിതത്തിന്റെ വഴിനടത്തലിനകത്തും നിരന്തര വളർച്ചയാണ് സഭയ്ക്കകത്തുണ്ടാകുന്നത്. സഭ ഒരാചാരത്തിലും കെട്ടപ്പെട്ടു നിന്നൊരു സഭയല്ല. 2000 വർഷത്തെ വിശ്വാസ ജീവിതം ചരിത്രത്തിൽ ഇടപെട്ടത് നിരന്തരം പരിവർത്തനങ്ങളിലൂടെയാണ്. പുരോഗമനപരമായ മുന്നേറ്റങ്ങളാണ് സഭയ്ക്കകത്തുണ്ടായിട്ടുള്ളത്. ഇനിയും അത് പൂർത്തിയായിട്ടുണ്ട് എന്നർത്ഥത്തിലല്ല. പലയിടങ്ങളിലും പരിമിതികൾ കാണാം. ആ പരിമിതികളെ ജയിക്കാൻ നിരന്തരം സംവാദത്തിന്റെയും നവീകരണത്തിന്റെയും വഴിയിലാണ് സഭ എന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് കൗതാശികമായ അടിത്തറയിൽ ഉറച്ചും
അതേസമയം ക്രിസ്തുവിന്റെ സ്വതന്ത്ര സ്നേഹത്തിന്റെ വീക്ഷണത്തിൽ എല്ലാവരുമായി ചേർന്നും പോകാൻ എനിക്ക് കഴിയും. ആ ഒരു ബോധ്യമാണ് എനിക്കുള്ളത്. ഒരുപക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നില്ല. എങ്കിലും സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. സ്നേഹമാണ് പ്രധാനം, സാഹോദര്യമാണ് പ്രധാനം എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളെ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിറവേറിയ സമ്പൂർണ്ണ സ്നേഹത്തിന്റെ അടയാളങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇതൊന്നുമല്ല, സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ മണാലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടെ മഞ്ഞു മൂടിയ മലനിരകൾക്കിടയിൽ അവർ മഞ്ഞൊക്കെ വാരി എറിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിന്റെ സന്തോഷാനുഭവം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നു. ഒരു റീലിലൂടെ അവർ മറ്റുള്ളവരോട് പറയുകയാണ്, നിങ്ങളും ഇങ്ങനെയൊക്കെ വരണം. 10 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ 2 സെന്റ് വിറ്റിട്ടായാലും വേണ്ടില്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ വരണം, സന്തോഷിക്കണം. മിസ്റ്റർ പൗലോസ്ലീഹ പറയും, നിങ്ങൾ സന്തോഷിക്കുവിൻ, എപ്പോഴും സന്തോഷിക്കുവിൻ. സന്തോഷം പരമപ്രധാനമായ കാര്യമാണ്. ഈശോ ഭൂമിയിലേക്ക് വന്ന് കുരിശിൽ മരിച്ചത് നമുക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാണ്. നമ്മളിപ്പോഴും കുരിശിനെ ഓർത്ത് കരഞ്ഞിട്ട് നടക്കുന്നത് നമ്മുടെ പരിമിതിയാണ്. ക്രിസ്തു തന്റെ ജീവിതാർപ്പണം വഴി അവരുടെ സന്തോഷമുണ്ടാകാൻ വേണ്ടി സ്വയം സമർപ്പിച്ചതുപോലെ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകാൻ വേണ്ടി ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ഈ റീലിനെ സംബന്ധിച്ച് പറഞ്ഞ വിഷയം അതല്ല. ഈ റീൽ വന്നപ്പോൾ ഒരു മുസ്ലിം മതപണ്ഡിതൻ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്റെ വേഷഭൂഷാദികളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആ സ്ത്രീ ചെയ്തത്, ഒരു വിധവയാണവർ, അതുകൊണ്ട് അവർ ചെയ്തത് തീർത്തും ശരിയായില്ല, അവർ എവിടെയെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങിക്കൂടിയിരുന്ന് പ്രാർത്ഥനാ ജീവിതം നയിക്കേണ്ടവരാണ് എന്ന് പറയാനിടയായി. അത് കേട്ട മുസ്ലിം വിശ്വാസികളടക്കം ആരും അദ്ദേഹത്തെ അനുകൂലിച്ച് കണ്ടില്ല. എല്ലാവരും അദ്ദേഹത്തെ എതിർത്ത് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. 5 ലക്ഷത്തിലധികം പേരാണ് അത് കണ്ടത്, റീൽ കണ്ടത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കീഴെ വന്ന് നിരവധി ആളുകൾ അദ്ദേഹത്തെ വഴക്കു പറയുകയും ശാസിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞത്, മതസ്വരൂപം എന്ന നിലയ്ക്ക് വിശ്വാസത്തെ ഒരു ദുശാഠ്യമായി കാണുമ്പോൾ പലപ്പോഴും എല്ലാ മതങ്ങളിലും ഈ വീഴ്ച ഉണ്ടാകുന്നുണ്ട്. ക്രിസ്തു വിശ്വാസത്തെ ഒരു മതവിശ്വാസമായി തെറ്റിദ്ധരിക്കുന്ന അനേകർ നമ്മുടെ വിശ്വാസ വഴിയിലുണ്ട്. സഭയ്ക്കകത്ത് ജീവിക്കുന്ന അനേകർ വിശ്വാസ പ്രഘോഷകരായി സ്വയം പ്രഖ്യാപിച്ചവരും നിയോഗിക്കപ്പെട്ടവരുമായവർ, അവരും ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ പ്രഘോഷണങ്ങൾ നടത്താറുണ്ട്. പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ കത്തോലിക്ക സഭയും സ്ത്രീ വിരുദ്ധമായ ഒരിടമാണെന്ന് നമുക്ക് തോന്നാൻ ഇടയാകും വിധമുള്ള നിരവധി സംഭാഷണങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. പ്രഘോഷണങ്ങളിൽ സ്ത്രീകൾ എന്ത് ധരിക്കണം, സ്ത്രീകൾ എന്ത് ഭക്ഷിക്കണം, എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ സ്ഥാപിച്ചെടുക്കുന്ന പലരെയും നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിന്റെ സന്നിധിയിൽ സ്ത്രീയും പുരുഷനുമായി ഒരു ഭേദവുമില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ ദൈവം അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, മനുഷ്യൻ എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. മനുഷ്യത്വത്തിന്റെ അവിഭാജ്യങ്ങളായ 2 ഭാഗങ്ങളായി, അതല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഒന്നു ചേരുമ്പോൾ മാത്രമേ യഥാർത്ഥ മനുഷ്യത്വമാകൂ എന്ന് വിശ്വാസം നമ്മെ പഠിപ്പിക്കാം. കൊറിന്ത്യൻ ലേഖനത്തിൽ സ്ത്രീകൾ പറയുന്നുണ്ട്, പുരുഷനിൽ നിന്നാണ് സ്ത്രീ ഉണ്ടായത്, ഇന്ന് സ്ത്രീയിൽ നിന്നാണ് പുരുഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പരസ്പര ആശ്രയത്വമാണ് ഈ ബന്ധത്തിനകത്തുള്ളത്. അതിനകത്ത് ക്രിസ്തു സ്നേഹം ഉണ്ടാകണം എന്നതാണ് പരമപ്രധാനം. യേശുക്രിസ്തു വിശ്വാസം പഠിപ്പിക്കുന്നതും മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി അവതരിക്കുന്നതും യഹൂദ ജനവിഭാഗത്തിനിടയ്ക്കാണ്. ആ യഹൂദ ജനവിഭാഗമാകട്ടെ പാട്രിയാർക്കലായ പുരുഷാധിപത്യപരമായ ഒരു സമൂഹമാണ്. പഴയ നിയമം വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ പരമ്പരയെ പറയുന്നതും മനുഷ്യൻ അടയാളപ്പെടുത്തുന്നതും പുരുഷനായിട്ടാണ്. സ്ത്രീക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. വളരെ ദുർലഭമായി ദബോറയെ പോലെയുള്ള പ്രവാചികമാർ അന്നുണ്ടാകുന്നുണ്ടെങ്കിലും സാമാന്യഗതിയിൽ പഴയ നിയമം പലപ്പോഴും കാണപ്പെടുന്നത് സ്ത്രീ വിരുദ്ധമായിട്ടാണ്. അത് കൽപ്പനകളിലുള്ളൊരു കാര്യമല്ല. മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനയിൽ ഈ സ്ത്രീ വിരുദ്ധത കാണാൻ കഴിയില്ല. പക്ഷേ
ആ 10 കൽപ്പനയെ 613 നിയമങ്ങളായി വ്യാഖ്യാനിക്കുകയും വിലക്കുകളും നിയമങ്ങളുമായി വ്യാഖ്യാനിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് കാണാം പഴയ നിയമത്തിലെ ഭൂരിപക്ഷം പുസ്തകങ്ങൾക്കകത്തും സ്ത്രീകളോട് നീതികേട് കാട്ടുന്നവരായി അവർ മാറുന്നുണ്ട്. അഥവാ പുരുഷനാണ് പ്രധാനപ്പെട്ടത് എന്ന നിലയ്ക്കുള്ള പഠനമുണ്ട്. സാധാരണഗതിയിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിക്ക് ഒരു 2ാം നിരയിലാണ് സ്ഥാനം നൽകപ്പെടുക. ബാല്യകാലം മുതൽ അമ്മയെ കൊണ്ട് തന്നെ ഈ കുട്ടിയെ പഠിപ്പിക്കുന്നു, നീ ഒരു പെണ്ണാണ്, പെണ്ണായി ജീവിക്കണം. അതുകൊണ്ട് ചോദ്യം ചെയ്യാത്തവളായി, ശാഠ്യങ്ങളില്ലാത്തവളായി, അടങ്ങി ഒതുങ്ങി അടുക്കളയിലെ പാത്രമൊക്കെ കഴുകി അമ്മയെ സഹായിച്ചൊക്കെ വളരാൻ ഒരു പെൺകുട്ടിക്ക് കഴിയണം. നീ മറ്റൊരു വീട്ടിൽ പോകേണ്ടവളാണ്, മറ്റൊരാൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവളാണ് എന്ന് നിരന്തരം ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ അമ്മമാർ തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അമ്മമാർ തന്നെയാണ് പെൺമക്കളെ നീ പെണ്ണാണ് എന്ന് പറഞ്ഞ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്, 2ാം നിലയിലേക്ക് തള്ളുന്നത്. അതുകൊണ്ട് മുന്തിയ പങ്ക് പുരുഷന് കൊടുക്കുകയും കുറവുള്ളതൊക്കെ സ്ത്രീക്ക് കൊടുക്കുകയും ചെയ്യുന്ന പതിവ് ബാല്യകാലം മുതൽ ഈ പെൺകുട്ടിയെ ശീലിപ്പിക്കുക. ആൺകുട്ടിക്കുള്ള വസ്ത്രധാരണത്തിന്റെ സ്വാതന്ത്ര്യമോ ഒന്നും പെൺകുട്ടിക്ക് കൊടുക്കുന്നില്ല. പലപ്പോഴും പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നത് അവരുടെ വസ്ത്രധാരണം കൊണ്ടാണെന്നും അവർ ബലഹീനരായിട്ടാണെന്നും ഒക്കെ നമ്മൾ കരുതാണ്. യഥാർത്ഥത്തിൽ പുരുഷനേക്കാൾ ഒട്ടും ശക്തി കുറഞ്ഞ ഒരാളല്ല സ്ത്രീ. ജെൻഡർ എന്ന് പറയുന്നത് ഒരു മനോഭാവം കൂടിയാണ്. ഒരു കുഞ്ഞും ഭൂമിയിൽ ജനിക്കുന്നത് പെണ്ണായിട്ടല്ല, പെണ്ണായിട്ട് വളർത്തപ്പെടുകയാണ്. കഴിവുകെട്ടവളായി, നിവർന്നു നിൽക്കാൻ ശേഷിയില്ലാത്തവളായി, എല്ലാവരും ഭയപ്പെടേണ്ടവളായി അവളെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് പുരുഷാധികാരം അവളുടെ മേൽ കടന്നു കയറുന്നതും അവളെ ആക്ഷേപിക്കുന്നതും ആക്രമിക്കുന്നതും അവളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തനിക്ക് അവകാശമുണ്ടെന്ന് ധരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഏതായാലും നമ്മുടെ ഇടയിൽ പ്രഘോഷണങ്ങളിൽ ഒക്കെ പലപ്പോഴും സ്ത്രീകൾക്ക് ചില പരിമിതികൾ കൽപ്പിച്ചു കൊടുക്കുന്നു, അവരെ മോശക്കാരായി ചിത്രീകരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അത്രയൊന്നും സ്വാതന്ത്ര്യമില്ല, കത്തോലിക്ക സഭ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് ധാരണ പുലർത്തുന്ന ചില നിലപാടുകൾ പ്രഘോഷണങ്ങളിൽ കേൾക്കാനിടയാവും. അത്തരത്തിൽ കേട്ട ഒരു പ്രഘോഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എവിടെയൊക്കെയാണ് സ്ത്രീവിരുദ്ധമെന്ന് നാം കരുതുന്ന ഭാഗങ്ങളുള്ളത് അവയെക്കുറിച്ച് തുടർന്ന് പരിശോധിക്കാം. ഒരുപക്ഷെ ഈ ഒരു തവണ കൊണ്ട് ഈ സംഭാഷണം അവസാനിക്കണമെന്നില്ല. കാരണം നിരവധി സ്ഥലങ്ങളിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുള്ളതായി പലപ്പോഴും കാണപ്പെടാറുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരു മനസ്സിലാക്കലിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അതിന്റെ യാഥാർത്ഥ്യ വശം എന്താണെന്ന് കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. തൽക്കാലം കേട്ട ഈ സംഭാഷണത്തെക്കുറിച്ച് ആലോചിക്കുക. ഒരു ബലിവേദി നിന്നിട്ടാണ്. ബലിവേദിയിൽ പ്രഘോഷിക്കുന്നത് ഒരു പുരോഹിതനാണ്. ക്രിസ്തുവിലുള്ള പൗരോഹിത്യം പഴയ നിയമ പൗരോഹിത്യമല്ല. മാത്രമല്ല, ഒരാൾ പുരോഹിതനാകുമ്പോഴും സന്യാസിയാകുമ്പോഴും അയാൾ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഒരു കന്യാസ്ത്രീ അമ്മ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചോദിച്ചാൽ മനുഷ്യനാണ്. സ്ത്രീ സഹജമായ തന്റെ അവകാശങ്ങളെയും തന്റെ ജീവിതത്തിന്റെ പ്രവർത്തന മേഖലകളെയും കർത്താവായ യേശുവിൽ ഉപേക്ഷിച്ച് യേശുവിനെ മണവാളനായി സ്വീകരിക്കുക വഴി മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിലാണ് ഒരു സന്യാസി എത്തിച്ചേരുന്നത്. ഒരു പുരോഹിതനും അപ്രകാരം തന്നെ മാനുഷികമായ പ്രിവിലേജുകൾ, മക്കളുണ്ടാകാൻ, പങ്കുവയ്ക്കാൻ, നേടാൻ, ബന്ധങ്ങളിൽ നിലനിൽക്കാൻ, അങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഒരാൾ പുരോഹിതനാകുന്നത്. പുരോഹിതൻ പുരുഷനോ സ്ത്രീയോ ആയിട്ട് കാണരുത്. മനുഷ്യത്വത്തിന്റെ സമ്പൂർണതയായ ക്രിസ്തുവിലാണ് ഒരു പുരോഹിതൻ. അപ്രകാരം ക്രിസ്തുവിന്റെ വികാരിയായ ഒരു പുരോഹിതൻ ബലിമേശയിൽ നിന്ന് പറയാൻ അരുതാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നത്
തികച്ചും വേദനാകരമാണ്, ഖേദകരമായ കാര്യമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതാണ് ഈ വീഡിയോ. കേട്ട പ്രസംഗ ഭാഗത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്: ചില പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ, കുർബാനയുടെ സമയത്ത്, പ്രത്യേകിച്ചും കുർബാനയ്ക്ക് കൊടുക്കുമ്പോൾ, ചില പെൺകുട്ടികളെ കണ്ടാൽ ഇതുങ്ങൾക്ക് കുർബാന കൊടുക്കാനും തോന്നാറില്ല, ഇതുങ്ങളെ പള്ളിയിൽ നിർത്താനും തോന്നാറില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവജനമാണ് ദേവാലയത്തിൽ. ആ ദൈവജനത്തിന്റെ ശുശ്രൂഷ പൗരോഹിത്യമുള്ളയാളാണ് അദ്ദേഹം. ബലിമേശയിൽ വിഭജനങ്ങളില്ല, അവിടെ സ്ത്രീയും പുരുഷനുമില്ല, എല്ലാവരും ക്രിസ്തുവിലാണ്. അവിടെ അദ്ദേഹം പറയുന്നത് ചില പെൺകുട്ടികളെ കാണുമ്പോൾ അവർക്ക് കുർബാനയ്ക്ക് കൊടുക്കാൻ തോന്നാറില്ല, ഇതുങ്ങളെ പള്ളിയിൽ നിർത്താനും തോന്നാറില്ല. ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചൊരു വാക്കാകണമെന്നില്ല, പക്ഷേ നമ്മുടെ ഹൃദയത്തിന്റെ തികവിൽ നിന്നാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നത്. ഇതുങ്ങൾ എന്ന് വെച്ചാൽ പെൺകുട്ടികൾ ഇതുങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് മാറുന്നു. മനുഷ്യത്വത്തെ വസ്തുവൽക്കരിക്കുന്ന, ഒരു വസ്തുവായി പരിഗണിക്കുന്ന, ഉപഭോഗ വസ്തുവിനെ പോലെ ഉപയോഗിക്കുന്ന ഒരു സംഭാഷണം ഉണ്ടാകുകയാണ്. ഒരു പുരോഹിതന്റെ അധരത്തിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടായി കൂടാത്ത വാക്കാണ്. എന്തുകൊണ്ടാണ് അത്തരം പ്രഘോഷണങ്ങൾ നിയന്ത്രിക്കപ്പെടാത്തതെന്ന് നമുക്കിപ്പോഴും സംശയമുണ്ട്. അപ്പൊ ചിലരെ കാണുമ്പോൾ അവർക്ക് കുർബാന കൊടുക്കാനും തോന്നാറില്ല, അവരെ പള്ളിയിൽ നിർത്താനും തോന്നാറില്ല എന്ന് പറയാം വേണമെങ്കിൽ. പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഇതുങ്ങളെന്നാണ്. ഈ പെൺകുട്ടിയെ മനുഷ്യത്വത്തിന്റെ മഹനീയ പദത്തിൽ നിന്ന് താഴേക്കിറക്കി കേവലം ഒരു വസ്തുവായിട്ടോ അതല്ലെങ്കിൽ ഉപഭോഗക്രമത്തിനകത്ത് പെടുന്ന ഒന്നായിട്ടോ തരം താഴ്ത്തി സംസാരിക്കും. എന്താണ് അത്തരത്തിൽ ഈ പെൺകുട്ടികളോട് വിയോജിപ്പ് തോന്നാൻ കാരണം? തുടർന്ന് വരുന്ന വാക്യത്തിൽ അത് കേൾക്കാൻ പറ്റും. അവരുടെ ദേവാലയത്തിലുള്ള നിൽപ്പാണ് അദ്ദേഹത്തിന് ഒട്ടും ദഹിക്കാതെ പോയത്. ചിലര് ജീൻസ് ഇട്ടാണ്, ചിലർ പാൻസാണ് ഇട്ടിരിക്കുന്നത്, ഒന്നുകിൽ ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു ബനിയനോ ആണ് ഇട്ടിരിക്കുന്നത്. കയ്യിലൊരു മൊബൈൽ പിടിച്ചിട്ടുണ്ട്, ഒരു ടവലും ഉണ്ട്. അങ്ങനെയാണ് നിൽപ്പ്. ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വരുന്ന ഒരാളുടെ വേഷഭൂഷയോ അയാളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ എന്നതോ ബലിവേദിയിൽ പ്രസക്തമാണോ എന്നാണ് ഒരു കാര്യം. രണ്ടാമത്, ഇത്തരത്തിൽ ദേവാലയത്തിൽ വരുന്ന ആൺകുട്ടികളുടെ കയ്യിലും മൊബൈലുണ്ട്, ടവൽ ഉപയോഗിക്കുന്നവരുണ്ട്. എന്താണ് ഈ പെൺകുട്ടികൾക്ക് മൊബൈൽ പിടിച്ചാൽ, അവരുടെ മുഖം തുടയ്ക്കാൻ ഒരു ടവൽ പിടിച്ചാൽ എന്താണ് അവരുടെ വേഷത്തിലുള്ള കുഴപ്പം? ജീൻസ് ഇടരുതെന്നോ പാൻസ് ഇടരുതെന്നോ ബനിയൻ ധരിക്കരുതെന്നോ ഷർട്ട് ധരിക്കരുതെന്നോ യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ടോ? കത്തോലിക്ക സഭയിൽ എവിടെയെങ്കിലും ഇങ്ങനൊരു നിഷ്കർഷയുണ്ടോ? ഇപ്പൊ കേരളത്തിലെ ഇട്ടാവട്ടത്തിൽ പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളകൾ സ്ത്രീകൾ എങ്ങനെയാ വസ്ത്രം ധരിക്കാവോ എന്ന് ശഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ലോകത്തെയാണ്. സാർവത്രികമായ ഒന്നാണ് സഭ. ലോകം മുഴുവനിലുമുണ്ട് സഭ. വിവിധ സ്ഥലങ്ങളിലെ വസ്ത്രധാരണ രീതികൾ വൈവിധ്യമുള്ളവയാണ്. ഇപ്പൊ വിദേശത്ത് പാൻറ്റോ മിനിസ്കർട്ടോ ഒക്കെ ധരിക്കുന്നത് ഒരു വലിയ കാര്യമായിട്ട് അവർ പരിഗണിക്കാറില്ല. ക്രൈസ്തവ വിശ്വാസം ഒരാളെ വസ്ത്രം കൊണ്ട് വേർതിരിക്കുന്നില്ല. പാരമ്പര്യങ്ങളിൽ അടിയുറച്ച് അടിമത്തത്തിലായി പോകരുതെന്നാണ് സഭ എപ്പോഴും പറയുക. ആധുനികതയിലേക്ക്, പുരോഗമനപരമായ വസ്ത്രധാരണത്തിലേക്ക് ഒക്കെ മനുഷ്യർ കടന്നു വരണം. അങ്ങനെ മനുഷ്യത്വം ഭൂമിയിൽ ആർജിച്ചിട്ടുള്ളവ അനുഭവിക്കാൻ അവർക്ക് കഴിയണം. നമ്മൾ കൂടുതലായി സ്വന്തം ദേശം വിട്ട് യാത്ര ചെയ്യുകയും മനുഷ്യർ തമ്മിൽ ഇടകലരുകയും ചെയ്യുമ്പോൾ വസ്ത്രവിധാനങ്ങൾ മാറും, ജീവിതക്രമങ്ങൾ മാറും. അങ്ങനെ മാറുന്നില്ലെങ്കിലാണ് നമുക്കതിനെക്കുറിച്ച് ഖേദം ഉണ്ടാവേണ്ടത്. ഇപ്പോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മധ്യപ്രദേശിലെ ബഡുവാനി എന്ന് പറയുന്ന സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് പോയി. മധ്യപ്രദേശിലെ ഒരു ഗ്രാമമാണ്. അവിടെ ചെന്നപ്പോ കാലിൽ തളയിട്ട, തളയെന്ന് വെച്ചാൽ നല്ല വണ്ണത്തിലുള്ള വെള്ളിയുടെ തളകളിട്ട, അരയിൽ 10 കിലോയോളം വെള്ളിയുടെ ആഭരണങ്ങൾ ധരിച്ച, തല മൂടി മുഖം കാണിക്കാതെ നിൽക്കുന്ന മനുഷ്യരെയാണ്
സ്ത്രീകളായിട്ട് ഞാനിവിടെ കണ്ടത്. അപ്പൊ തലേ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോ ഇത് ആരാ നിൽക്കണേന്ന് നമുക്കറിയില്ല, മൂടി നിൽക്കുകയാണ് മുഖം. അപ്പൊ ഞാൻ അവരോട് നിർബന്ധമായി പറഞ്ഞു, തലേന്ന് ആ തുണി മാറ്റൂ, മുഖം മറയ്ക്കാതിരിക്കൂ. രണ്ടും മനുഷ്യരാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ കല്ലിന്റെ മേലല്ല കൈവച്ചിട്ടുള്ളത്, ജീവനുള്ള ഒരു മനുഷ്യന്റെ മേലാണ്. ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ഒപ്പം ജീവിക്കാൻ സ്വാതന്ത്ര്യവും അവകാശവുമുള്ള, ക്രിസ്തു വസിക്കുന്ന, അവനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരാളുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ആളുടെ ശിരസിൽ കൈവയ്ക്കുമ്പോൾ രണ്ടു വ്യക്തികൾ അവരുടെ വിശ്വാസത്തിന്റെ പരിമിതികളെ പരിഹരിക്കാൻ, ദൈവാത്മാവിന്റെ ബലം അനുഭവിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു മറ എന്തിനാണ്? അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചവരെയൊക്കെ തലേന്ന് ഈ തുണി മാറ്റിച്ചിട്ട് മുഖം കണ്ടുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥിച്ചത്, നെറ്റിയിൽ കൈവച്ച് തന്നെയാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഒന്നുകിൽ ഇവരെ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം. ക്രിസ്തു ഒരു സ്വാതന്ത്ര്യമാണ് പ്രഖ്യാപിക്കുന്നത്. ആ സ്വാതന്ത്ര്യം ഇവർക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ സാമൂഹ്യമായ അന്തസ്സിലേക്ക്, നമ്മോടൊപ്പമുള്ള സാഹോദര്യത്തിന്റെ ബന്ധത്തിലേക്ക്, തുല്യതയിലേക്ക് അവരെ ഉയർത്താൻ കഴിയുന്നില്ലെങ്കിൽ മേലിൽ ഞാൻ ഈ പരിപാടിക്ക് വരുന്നില്ല. ഞാൻ പിന്നെ വർഷങ്ങളോളം ഉത്തരേന്ത്യയിൽ പോയില്ല. കാരണം എനിക്ക് ഈ രണ്ട് തട്ടായി മനുഷ്യരെ നിർത്തിക്കൊണ്ടുള്ള ഒരു ഏർപ്പാടും അംഗീകരിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ആണുമില്ല പെണ്ണുമില്ല, മനുഷ്യനാണ്. ദൈവമകനും മകളുമാണ്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത്. ഒരേപോലെ ഭൂമിയിൽ ജനിക്കുകയും ഒരേപോലെ ദൈവത്തിലേക്ക് കടന്നു പോവുകയും സ്വർഗം അവകാശമാക്കുകയും ചെയ്യുന്ന മനുഷ്യന് എങ്ങനെയാണ് വിഭജനം ഉണ്ടാകുക? ഇവിടെ ഇതുങ്ങളായി മാറുന്നു, അവരുടെ വസ്ത്രധാരണം പ്രശ്നമാകുന്നു. വീണ്ടും നമുക്ക് ഈ അച്ഛന്റെ സംഭാഷണത്തിലേക്ക് തന്നെ പോകാം. രണ്ടാമത്, ഈ പെൺകുട്ടിക്കുള്ള കുറവ്, തലമുടി ഒന്ന് ചീമ്പി വെച്ചിട്ടില്ല, ഒരു റിബൺ കൊണ്ട് കെട്ടിവെച്ചിട്ടില്ല, പറപ്പിച്ചിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ആരെയോ കാണിക്കാനായിട്ട് വന്ന് നിൽപ്പുണ്ട്. എന്തിനാണ് ഈ സാധനം പള്ളിയിലേക്ക് വരുന്നതെന്ന് ചോദിക്കും. എന്തിനാണ് ഈ സാധനം? ആ വാക്ക് ശ്രദ്ധിക്കണം. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ആ വാക്കിന് പ്രാധാന്യമുണ്ട്. സ്മാർത്ത വിചാരത്തിൽ വ്യഭിചാരിണി എന്ന് മുദ്ര കുത്തപ്പെടുന്ന പെൺകുട്ടിയെ വിളിച്ചിരുന്ന പേരാണ് സാധനം. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പേരാണത്. ഒരാളെ വസ്തുവാക്കി മാറ്റുന്നു എന്ന് മാത്രമല്ല അതിനർത്ഥം. അതിന് അശ്ലീലമായൊരു ചുവയുണ്ട്. അവളെ കേവലം ലൈംഗിക ഉപകരണമായി കണ്ടിരുന്ന ഒരു സാമൂഹ്യ ദുരാചാരത്തിന്റെ ഭാഗം നമ്മുടെ വാക്കുകളിൽ കടന്നുകൂടുന്നുവെങ്കിൽ സൂക്ഷിക്കണം. ക്രിസ്തുവിന്റെ വചനം സ്വാതന്ത്ര്യം നൽകുന്നതാണെന്ന് മാത്രമല്ല, ഓരോ വ്യക്തിയെയും മാനിക്കുന്നതാണ്. ഓരോ വ്യക്തിയെയും മാനിക്കണം. കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന മനുഷ്യനെയും വില വയ്ക്കണം. അവന് വേണ്ടി കൂടി കുരിശിൽ മരിച്ചൊരുവനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏത് ലോകത്താണ് ഈ മനുഷ്യർ ജീവിക്കുന്നത്? ലോകത്ത് വിവിധ ഇടങ്ങളിൽ നോക്ക്, മനുഷ്യന്റെ വസ്ത്രധാരണത്തിൽ പലവിധ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ധരിക്കുന്ന വസ്ത്രമൊന്നും നമുക്കുണ്ടായിരുന്നതല്ല. കേരളത്തിൽ ഒറ്റമുണ്ടായിരുന്നു. മുട്ടിന് താഴെ മുണ്ടുടുക്കാൻ അവകാശമില്ലായിരുന്നു. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നൊരു സ്ഥലത്ത് ആധുനിക ലോകത്തേക്ക് മനുഷ്യർ നിരന്തരമായ സമരങ്ങളിലൂടെ, അത് വെറുതെ നേടിയതല്ല, മുസ്ലിംമാരടക്കം മദ്രാസിലേക്ക് സമരത്തിന് പോകുന്നുണ്ട് സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ വേണ്ടി. അങ്ങനെ വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാതിരുന്ന മനുഷ്യർക്ക് വസ്ത്രം ധരിക്കാൻ അവകാശം നേടിയെടുക്കാൻ സമരം ചെയ്തൊരു പാരമ്പര്യം നമുക്കുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് മനുഷ്യൻ എന്ത് ധരിക്കണമെന്ന് അവനവനെ കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്ന് ഉണ്ടാകേണ്ട കാര്യമാണ്. വ്യക്തിപരമായ കാര്യമാണ്. ഞാനിത് പറയുമ്പോൾ ഒരു കൂട്ടത്തിൽ വേറൊരു കാര്യം പറയട്ടെ. എറണാകുളത്തൊരു പള്ളിയിൽ ഒരു പുരോഹിതൻ ദേവാലയത്തിനകത്ത് ഡ്രസ് കോഡ് നിശ്ചയിച്ചു. പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് ഡ്രസ് കോഡ് നിശ്ചയിച്ചു. അത് പത്രത്തിൽ വന്നു. നാണം കെട്ട പരിപാടിയല്ലേ?
വിശ്വാസം ഇത്തരത്തിൽ അപമതിക്കപ്പെടാനിടയാകുന്ന രീതിയിൽ, മനുഷ്യത്വ വിരുദ്ധമായ രീതിയിൽ, ആധുനിക വിരുദ്ധമായ രീതിയിൽ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ എങ്ങനെയാണ് ഇവർക്ക് മനസ്സാകുന്നത്? ഇവർ മനുഷ്യരെ കാണുന്നത് ശരീരമായിട്ടാണോ? അതിനുമപ്പുറത്ത് പത്രോസ്ലീഹ പറയുന്നത് പോലെ ആത്മീയമായ വ്യക്തിത്വം ആയിട്ടാണോ, അനശ്വരമായ അമൂല്യ രത്നം എന്ന നിലയ്ക്കാണോ മനുഷ്യരെ കാണുന്നത്? കാലികളെ പോലെയാണ്. എന്നിട്ട് ഈ പുരോഹിതൻ ചോദിക്കുകയാണ്, എന്റെ ചോദ്യം ഇതാണ്, ഈ ദേവാലയത്തിൽ ഇങ്ങനെ പാൻസും ജീൻസും ഒക്കെ ഇട്ട് വന്നിരിക്കുന്ന ഈ പെൺകുട്ടികൾക്ക് കത്തോലിക്ക സഭ ഇതിന് അധികാരം നൽകുന്നുണ്ടോ? ആ അച്ഛൻ അറിവില്ലെങ്കിൽ പറയാം, കത്തോലിക്ക സഭ അനുവാദം നൽകുന്നു. വസ്ത്രം ധരിക്കുക എന്നുള്ളത് അവനവന്റെ കാര്യമാണ്. എന്ത് കഴിക്കണം, എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവരവരാണ്, വ്യക്തിത്വമാണ്. ഞാനും എൻ്റെ ഈശോയുമായുള്ള ബന്ധത്തിൽ നിന്ന് എനിക്ക് എൻ്റെ വസ്ത്രത്തെ എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിയോളജി ഓഫ് ദി ബോഡി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ശരീരത്തിന്റെ ദൈവശാസ്ത്രം. മനുഷ്യർ വസ്ത്രം ധരിക്കുന്നത് അവനവനും ദൈവവുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ്. നഗ്നത മറയ്ക്കുന്നത് നാണം മാറ്റാനല്ല. നഗ്നത മറയ്ക്കുന്നത് നഗ്നത ഒരു മിസ്റ്ററി ആയതുകൊണ്ടാണ്, ദൈവത്തിനും മനുഷ്യനുമിടയിലുള്ള ഏറ്റവും നിഗൂഢമായ ബന്ധമായതുകൊണ്ടാണ്. അതുകൊണ്ട് വസ്ത്രം ധരിക്കുക എന്നതിനെ സംബന്ധിച്ച് ബോധ്യമുണ്ടാകേണ്ടത് ധരിക്കുന്നയാൾക്കാണ്, വേറൊരാൾക്ക് അതിന്റെ മേൽ അവകാശം. അപ്പൊ ഇവിടെ പറയുന്നത് കത്തോലിക്ക സഭ അധികാരം നൽകിയിട്ടുണ്ടോ എന്നാണ്. കത്തോലിക്ക സഭ നിങ്ങൾ ഇന്നതേ ധരിക്കാവൂ എന്നൊരു നിഷ്കർഷ വെച്ചിട്ടില്ല. സഭ മതമല്ല സുഹൃത്തെ, സഭ ഒരു മതമല്ല. മതങ്ങളാണ് വസ്ത്രധാരണങ്ങൾക്ക് നിഷ്ഠ വയ്ക്കുന്നത്, ആചാരങ്ങൾക്ക് നിഷ്ഠ വയ്ക്കുന്നത്, ആചാരബദ്ധമായ സ്വരൂപം വിശ്വാസത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് മതസ്വരൂപമാണ്. സഭ മതമല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കത്തോലിക്ക സഭ പോട്ടെ, പരിശുദ്ധമായ ബൈബിൾ പറയുന്നത് എന്താണ്? നിയമാവർത്തന പുസ്തകം 22:5 നമുക്കറിയാവുന്ന വചനമാണ്. സ്ത്രീ പുരുഷന്റെ വേഷം ധരിക്കുന്നതും പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിക്കുന്നതും കർത്താവിന് നിന്ദ്യമാണ്. എവിടെ നിന്ന് വന്നതാ? പുരുഷാധിപത്യപരമായ യഹൂദ മത സങ്കല്പത്തിനകത്ത് നിലനിന്നിരുന്ന ഒരു കാര്യമാണ് ഈ വസ്ത്രധാരണത്തെ സംബന്ധിച്ച ബോധ്യം. യേശുക്രിസ്തു പഴയ നിയമത്തിലെ കൽപ്പനകളെ ഒന്നും തള്ളാതിരിക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിന്റെ പ്രവർത്തന രീതിയെ, പ്രയോഗ രീതിയെ നിശിതമായി വിമർശിക്കുന്നു. പാരമ്പര്യങ്ങളെ മുഴുവൻ ലംഘിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം ഒരിക്കലും സ്വാതന്ത്ര്യം കൽപ്പിക്കാതിരുന്നൊരു സമൂഹത്തിനകത്ത് ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാനായി സ്ത്രീകളുണ്ട്. അവന്റെ പാദം കഴുകുന്നത് ഒരു സ്ത്രീയാണ്. ദേവാലയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാഴ്ച അർപ്പിക്കുന്നതായി അവൻ പറയുന്നത് ഒരു സ്ത്രീയാണ്. സമരിയാക്കാരിക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്ത് അവളോട് ലോകത്ത് പോയി സുവിശേഷം പറയാൻ അയക്കുന്നത് ക്രിസ്തുവാണ്. എന്തിനധികം ദൈവം മനുഷ്യനായി ജനിക്കുന്നു ഒരു സ്ത്രീയിൽ നിന്ന്. സ്ത്രീയാണ് പാപത്തിന്റെ കാരണം എന്ന് പറയുന്ന ഹവ്വയെ ഉപയോഗിച്ചിട്ടാണല്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അതിനു പകരം അങ്ങനെ സ്ത്രീ കുഴപ്പക്കാരിയാണ്, താഴ്ന്നവളാണ് എന്ന് പറഞ്ഞിരുന്ന യഹൂദ പാരമ്പര്യത്തിന്റെ എല്ലാ പരിമിതിയെയും നീക്കിക്കൊണ്ടാണ് ക്രിസ്തു ഒരു സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നു. അവളെ നാം പരിശുദ്ധ എന്ന് വിളിക്കുന്നു, അവളെ നാം അമ്മ എന്ന് വിളിക്കുന്നു. അങ്ങനെ ദൈവത്തിന് അമ്മയുണ്ടാകുന്നു, ദൈവമാതാവ് തെവോത്തെക്കൂസ്. സ്ത്രീത്വം ക്രിസ്തുവിൽ ഉയർത്തപ്പെടുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത്, പഴയ നിയമത്തിലെ പ്രത്യേകിച്ചും യഹൂദ പാരമ്പര്യത്തിനകത്ത് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പുരോഹിതൻ പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടില്ല സ്ത്രീക്ക് മാന്യമായ വസ്ത്രം ഉണ്ടാവണം, പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കാൻ പാടില്ല. ഒന്ന് വിദേശത്ത് പോകണമെന്നേ, യൂറോപ്പിലൊക്കെ ഒന്നിടയ്ക്ക് പോവും, എന്നിട്ട് കാണും മനുഷ്യർ എങ്ങനെയാണെന്ന്. വസ്ത്രമാണോ മനുഷ്യനെ വേർതിരിക്കുന്നത്? വസ്ത്രമാകാമോ ഒരുവനെ നിർണയിക്കുന്നത്?
അതൊരുവന്റെ വ്യക്തിപരമായ ചോയ്സ് അല്ലേ? ഏറ്റവും കംഫർട്ടബിളായ, മനസ്സിന് ബോധ്യം നൽകുന്ന, കോൺഫിഡൻസ് നൽകുന്ന ഒന്നായിരിക്കണം വസ്ത്രം. അത് വേറൊരാൾ ചൂസ് ചെയ്യാൻ പാടില്ല. അത് അവരവരുടെ ബോധ്യത്തിലുണ്ടാവേണ്ട കാര്യമാണ്. ഞാനെന്ത് ധരിക്കണം? ഞാനെടുത്ത വസ്ത്രം ആരും എന്നെ അടിച്ചേൽപ്പിച്ചതല്ല, ഞാൻ തെരഞ്ഞെടുത്ത വസ്ത്രമാണ്. അത് എത്ര എണ്ണം ധരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ താടി വളർത്തണമോ മുടി വളർത്തണമോ വ്യക്തിപരമായ കാര്യമാണ്. മുടി വളർന്നു തുടങ്ങിയപ്പോൾ ഭയങ്കര പരാതിയായിരുന്നു. പ്രത്യേകിച്ച് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, പുരുഷൻ മുടി നീട്ടി വളർത്തരുത് എന്നൊക്കെയുള്ള ഭാഗങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ചോദിച്ച യേശുക്രിസ്തുവിന് മുടിയുണ്ടായിരുന്നു, രാജാക്കന്മാർക്ക് മുടിയുണ്ടായിരുന്നു, നമ്മളും മുടി വെച്ച കുഴപ്പമായി. ഇന്നിപ്പോ ആൺകുട്ടികൾ മുടി വളർത്തുന്നത് സർവ്വസാധാരണമായിട്ടുണ്ട്. 2000 ആണ്ടിലൊക്കെ ഇത് തുടങ്ങുന്ന സമയത്ത് ഇതൊരു അപൂർവ കാഴ്ചയായിരുന്നു. സന്യാസിമാരൊക്കെ മുടി വളർത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് വ്യക്തിപരതയെ, ഒരുവനും ദൈവവുമായുള്ള ബന്ധത്തിനകത്തുള്ള രഹസ്യഭാവത്തെ പുറമേ നിന്നുകൊണ്ട് വിധിക്കാൻ ഒരാൾക്കും അവകാശമില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ച് പള്ളിയിൽ വരുന്നവർ നിന്ദ്യരാണ്, അവർ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു കൃപയും അവർക്ക് കിട്ടില്ല എന്നാണ് ഈ പുരോഹിതൻ പറയുന്നത്. ആരാണ് കൃപയ്ക്കർഹർ? നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി വെളിപ്പെടുക, നിനക്ക് എൻ്റെ കൃപ മതി. നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി വെളിപ്പെടുക, നിനക്ക് എൻ്റെ കൃപ മതി. ഒരു വേഷം നോക്കിയിട്ടാണോ ദൈവം അനുഗ്രഹിക്കണേ? ഒരുവന്റെ ഭാഷ നോക്കിയിട്ടാണോ അനുഗ്രഹിക്കണേ? ഹൃദയം നോക്കിയിട്ടല്ലേ? ഹൃദയം പരിശോധിക്കുന്നവൻ എങ്ങനെയാണ് പുറമേ നമുക്ക് കണ്ടെത്താൻ പറ്റുക? ഒരുപക്ഷെ പള്ളി വന്നിട്ട് ഒരു പ്രാർത്ഥനയും ഉറക്കെ ചെല്ലാത്ത മനുഷ്യനുണ്ടാവും. ഗാഠമായ ധ്യാനത്തിലായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടല്ലോ. നമ്മൾ പുറമേ നിന്ന് പറയാണ്, ഇയാൾ എന്താ പള്ളി വന്നിട്ടൊന്നും പ്രാർത്ഥിക്കുന്നത് പോലുമില്ല. നമ്മൾ ആരാത് പറയാൻ? പല ആൺകുട്ടികളും യൂത്തിന്റെ ഒക്കെ ധ്യാനമൊക്കെ കഴിയുമ്പോൾ അച്ഛനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രേ, ധ്യാനത്തിന് നല്ല തീരുമാനമൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങണതാ, പക്ഷെ പുറത്തേക്ക് ചെല്ലുമ്പോൾ ഈ അർദ്ധനഗ്നത കാണേണ്ടി വരും. അപ്പൊ കണ്ടു കഴിയുമ്പോൾ വീണുപോകും. പ്രലോഭനമാണ്. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കണം. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 6 മുതൽ 9 വരെ തിരുവചനങ്ങളിൽ ഈ ദുഷ്പ്രേരണ എവിടെ നിന്നാ വരുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മളൊരു കാര്യം അറിയേണ്ടത്, വസ്ത്രം ധരിക്കുന്നയാളാണോ കുഴപ്പക്കാരൻ, കാണുന്നയാളാണോ കുഴപ്പക്കാരൻ? കണ്ണിന്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ ചൂഴ്ന്നു കളയാൻ പറയണേ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സഹോദരൻ എന്നോട് ഒരിക്കൽ വന്ന് പറഞ്ഞു, കഷ്ടമാണ്, സമാധാനം കൊടുക്കുമ്പോൾ അപ്പുറത്തേക്ക് നോക്കിയാൽ അല്പവസ്ത്രധാരികളായ ആളുകളെ കാണേണ്ടി വരും, ലെഗിൻസ് ഇട്ടവരെയൊക്കെ കാണേണ്ടി വരും, ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ അവരെ അങ്ങനെ നോക്കുന്നത്? അവരാണോ കുഴപ്പം, നിന്റെ കണ്ണാണോ കുഴപ്പം? നിനക്ക് മറ്റുള്ളവരെ കണ്ടാൽ വികാരമുണ്ടാകുന്നു, പ്രലോഭനം ഉണ്ടാകുന്നെങ്കിൽ നീ പിന്നെ എങ്ങനെ ജീവിക്കും? കത്തോലിക്ക സഭയിലെ പെൺകുട്ടികൾ മാത്രം മൂടിപ്പൊതിഞ്ഞു നടന്നാൽ അപ്പോഴും ബാക്കി പുറത്ത് ആളുകളില്ലേ? വേറെ മനുഷ്യരില്ലേ? ഇനി വസ്ത്രം ധരിച്ചാൽ ലൈംഗികാസക്തി ഉണ്ടാകില്ല എന്നാരാ പറഞ്ഞ്? ഒരു നോട്ടം പോലെ കണ്ണിലൂടെയല്ലേ വികാരങ്ങൾ പകരുന്നത്. താൻ ഒരു കാര്യം അറിയേണ്ടത്, പ്രലോഭനം ഉണ്ടാകുന്നെങ്കിൽ നമ്മുടെ പിഴവാ, പ്രലോഭനം ഉണ്ടാകുന്നവന്റെ പിഴവാ. അതുകൊണ്ടാണ് ഈശോമിശിഹ പറഞ്ഞത്, നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ, നിന്റെ കൈ നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ, നിന്റെ അകത്തെ നിനക്ക് നിയന്ത്രിക്കാൻ ദൈവസ്നേഹം കാരണമായി മാറുന്നില്ലെങ്കിൽ, എന്റെ ആസക്തികൾക്ക് കീഴ്പ്പെടാൻ വേണ്ടിയല്ല അവരനെന്നും, അയാളായ ഒരു വ്യക്തിയാണെന്നും, അയാളിൽ ക്രിസ്തു ജീവിക്കുന്നുവെന്നും, അയാളെ നിർമ്മിച്ചത് ദൈവമാണെന്നും, അതുകൊണ്ട് ഉടമാവകാശം ദൈവത്തിനാണെന്നും എനിക്ക് ബോധ്യമുണ്ടായാൽ എന്റെ അപരത്വത്തിലുള്ള സമീപനം മാറും. അപ്പോ എന്റെ കണ്ണുകൾ പാപഹേതുവാകില്ല. അതല്ലാതെ ഈ സ്വയം നിയന്ത്രണ ശേഷിയില്ലാത്ത വികാരജ്വൽപ്പനങ്ങൾ, ഞാനതിനങ്ങനെ പറയും, ആ ബലിമേശയിൽ നിന്ന് പോലും വരുന്നത് വികാരജ്വൽപ്പനമാണ്. അങ്ങനെ വന്നുകൂടാ. എന്നിട്ട് വിശുദ്ധ ലൂക്ക 17:2 പറഞ്ഞിട്ടാണ്, ദുഷ്പ്രേരണയ്ക്ക് കാരണമായാൽ കടലിൽ കല്ല് കെട്ടി താഴ്ത്തണം.
എന്നാണ് പറയുക, എറിയപ്പെടുന്നതാണ് നല്ലത്. എന്താണ് ദുഷ്പ്രേരണ? വസ്ത്രത്തിലെ ദുഷ്പ്രേരണ മാത്രമേ കാണുന്നുള്ളൂ. വസ്ത്രത്തിലല്ലോ, ദുഷ്പ്രേരണ നമ്മുടെ കണ്ണുകൾക്കകത്തിരിക്കുന്നതല്ലേ. ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം ആദ്യമായ 13 തിന്മകൾ നമ്മുടെ അകത്താണെന്നല്ലേ വിശുദ്ധ മർക്കോസ് സുവിശേഷം 7:21 പറയുന്നത്. നമ്മുടെ അകത്തുള്ള കുറവിന് അന്യന്റെ മേൽ വെക്കിട്ട് കയറിട്ടെന്താ കാര്യം? നമ്മൾ നമ്മളെയല്ലേ നോക്കേണ്ടത്. ഇനി ഇത് മാത്രമാണോ ദുഷ്പ്രേരണ? കുടുംബത്തിനകത്ത് ചിട്ടയോടെ പഠിപ്പിക്കുന്ന ദുഷ്പ്രേരണകൾ. ആൺകുട്ടികൾ കേമന്മാരാണെന്നും പെൺകുട്ടികൾ കീഴടങ്ങണമെന്നും പഠിപ്പിക്കുന്ന കുടുംബത്തിലല്ലേ? ദുഷ്പ്രേരണയല്ലേ? തുല്യ അവകാശികളായ ദൈവത്തിന്റെ മക്കളുടെ സ്ഥാനത്ത് തുല്യതയുള്ള 2 പേരെ 2 തട്ടിലാക്കാൻ പഠിപ്പിക്കുന്ന ദുഷ്പ്രേരണയല്ലേ? പഠിക്കുമ്പോൾ ഒന്നാമനാകണമെന്നും മറ്റുള്ളവരെ തോൽപ്പിക്കണമെന്നും പഠിപ്പിക്കുന്നത് ദുഷ്പ്രേരണയല്ലേ? പഠിച്ച് 4 കാശുണ്ടാക്കി ജീവിതം സുരക്ഷിതമാക്കണമെന്ന് പറയുന്നത് ദുഷ്പ്രേരണയല്ലേ? മറ്റുള്ളവരുടെ കാര്യം പരിഗണിക്കരുത്, സ്വന്തം കാര്യം നോക്കാൻ പഠിക്കണം, അങ്ങനെ സ്വയമായി ധനമാർജിക്കണം, സമ്പന്നനാകണം എന്ന് മക്കളെ പഠിപ്പിക്കുന്നത് ദുഷ്പ്രേരണയല്ലേ? എന്തിനേറെ സ്ത്രീധനം വാങ്ങണമെന്ന് പോലും പഠിപ്പിക്കുന്നത് ദുഷ്പ്രേരണയല്ലേ? ആരാ ഇത് പഠിപ്പിക്കുന്നേ? നമ്മൾ നിരന്തരമായി ദുഷ്പ്രേരണകൾക്ക് വിധേയപ്പെടുത്തിയാണ് കുട്ടികളെ വളർത്തുന്നത്. കാണരുത്, നോക്കരുത് എന്നൊക്കെ പറഞ്ഞ് ശരീരങ്ങളെ അവമതിക്കുന്ന രീതിയിൽ ചിന്താസരണി സൃഷ്ടിക്കുന്നതും ദുഷ്പ്രേരണയാണ്. അതും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ക്രിസ്തുവിന്റെ അവയവമാണെന്നും അവനിലാണ് നാം ജീവിക്കുന്നതെന്നും ശരീരം പരിശുദ്ധമാണെന്നും പഠിപ്പിക്കേണ്ടതിന് പകരം ശരീരം പാപഹേതുവാണെന്നും ശരീരം അപകടകാരിയാണെന്നും തൊട്ടാൽ പൊട്ടുന്ന കുവളയാണെന്നും പഠിപ്പിക്കുന്നത് നമ്മളല്ലേ? ഈ ശരീരം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിലേക്കുള്ള കടന്നു പോകാനുള്ള വഴിയാണെന്നും ശരീരം സുഖിക്കാനുള്ളതല്ല, സഹിക്കാനും അവരന് വേണ്ടി കൊടുക്കാനുമുള്ളതാണെന്ന് പഠിപ്പിക്കേണ്ടതിന് പകരം ശരീരം സ്വന്തമാണെന്നും അതിനെ സൂക്ഷിക്കണമെന്നും അത് പവിത്രമാകാൻ മൂടുപടങ്ങൾ അണിയണമെന്ന് പറയുന്നത് ദുഷ്പ്രേരണയല്ലേ? അങ്ങനെ ശരീരത്തെ സംബന്ധിച്ച് തെറ്റായ ചിന്ത ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ആരാ? നമ്മൾ തന്നെയല്ലേ? ഇനി അദ്ദേഹം പറയുന്നത് ചുരിദാറിനെ കുറിച്ചാണ്. ചുരിദാറിൽ 3 കുറ്റമാണ് അച്ഛൻ കണ്ടുപിടിച്ചത്. സാരിയിലൊന്നും കുറ്റമില്ല കേട്ടോ, ചുരിദാറിൽ 3 കുറ്റമാണ്. 1, ഷാള് മാറ്റി. 2, ചുരിദാറിന്റെ സൈഡ് വെട്ടി. 3, ബനിയൻ പോലെയുള്ള ബോട്ടം ഇട്ടു, അതായത് ലെഗിൻസ് പോലുള്ള ബോട്ടം ഇട്ടു. ചുരിദാറിന് 10 ഗുണങ്ങൾ പറയാൻ പറ്റും, പക്ഷെ ഈ 3 ദോഷങ്ങളുണ്ട് എന്ന് ഈ പുരോഹിതൻ പറയാം. ഇത്രത്തോളം മറ്റുള്ളവരുടെ വസ്ത്രത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ചൂഴ്ന്നിറങ്ങി പഠിക്കുന്നത് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോയതുകൊണ്ടാണ്. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണാൻ വരുക. അപ്പോൾ എറണാകുളത്ത് നഗരത്തിൽ നിരവധിയായ നഗ്ന പോസ്റ്ററുകൾ, അർദ്ധനഗ്നങ്ങളായ പോസ്റ്ററുകൾ നിറഞ്ഞു നിൽക്കുക. വിശ്വാസത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ് ഞാനന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ കാണാൻ വന്ന സഹോദരനോട് ഈ ധാർമ്മിക രോഷം കൊണ്ട് ഞാൻ പറഞ്ഞു, ഈ പോസ്റ്ററുകൾക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. കോർപ്പറേഷൻ സീൽ ചെയ്തിട്ടാണ് ഈ പോസ്റ്ററുകൾ വരുന്നത്. സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കുന്ന പോസ്റ്ററുകൾ, ലൈംഗിക ചുവയുള്ള പോസ്റ്ററുകൾ നഗരത്തിൽ പെരുകുന്നു. ഞാനത് പറഞ്ഞെങ്കിലും എൻ്റെ ഒരു ധാർമ്മിക രോഷം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു, ഞാനത് വിട്ടു. പക്ഷേ ഇത് കേട്ടിട്ട് പോയ സഹോദരൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് പ്രാർത്ഥനകളൊക്കെ? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ബ്രദറെ, ആകെ ഒരു അസ്വസ്ഥതയാണ്. അപ്പൊ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, നീ പോസ്റ്റർ നോക്കാൻ പോയില്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, ആ ബ്രദർ അങ്ങനെ പറഞ്ഞപ്പോൾ എവിടെയൊക്കെയാണ് ഈ പോസ്റ്റർ ഉള്ളതെന്ന് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ പുറകെ പോയി കണ്ടു. പ്രശ്നമായത് എവിടെയാ? അവിടെ ദുഷ്പ്രേരണ കൊടുത്തതാരാ? ഞാനല്ലേ? ഈ പോസ്റ്ററുകൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്നതാണ്, ഈ നഗരത്തിൽ അവൻ ഉണ്ടായിരുന്നതാണ്. അവനത് കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. ഞാനത് പറഞ്ഞപ്പോ ഒരു നന്മയ്ക്കെന്ന രീതിയിൽ അവനെ നോക്കാൻ തുടങ്ങി. നോക്കി അവൻ പോസ്റ്ററിന്റെ പുറകെ പോയി. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെതാണെന്ന് ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുമെങ്കിൽ
അന്യരെ കുറ്റപ്പെടുത്തിയും അപഹസിച്ചുമുള്ള ഇത്തരം പ്രഘോഷങ്ങൾക്ക് പിന്നീടില്ല. ഇങ്ങനെ ദേവാലയത്തിൽ വരുന്നവർ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കും കൊണ്ടുപോകുക എന്നാണ് പറയുക. അനുഗ്രഹത്തിന്റെ ബലിമേശയിൽ നിന്ന് ശാപം പ്രഘോഷിക്കാനായിട്ട് ആർക്കാണ് അധികാരം കൊടുത്തേക്കുന്നത്? കത്തോലിക്ക സഭ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ടോ ആളുകളെ ശപിക്കാൻ? കത്തോലിക്ക സഭ ആരെങ്കിലും ശപിച്ചു തള്ളുന്നുണ്ടോ? അങ്ങനെ ശപിച്ചു തള്ളുന്ന പ്രാർത്ഥന, യഹൂദരും പാഷണ്ഡികളും എന്നൊക്കെ ശപിച്ചു തള്ളുന്ന പ്രാർത്ഥന പണ്ട് സഭയിലുണ്ടായിരുന്നു. അതൊക്കെ സഭ എടുത്തു കളഞ്ഞു. സഭ നിരന്തരം നവീകരിക്കപ്പെടുന്ന സഭയാണ്. മനുഷ്യത്വത്തെ, മാനവികതയെ അംഗീകരിക്കുന്ന സഭയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എന്നിട്ട് കരഞ്ഞോണ്ട് പോവാ, ജോലിയില്ല, വിവാഹം നടക്കുന്നില്ല, പഠനത്തിൽ വിജയിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ട് പോവാ. എന്താ ഇതൊക്കെ നടക്കാത്തത് നിങ്ങളുടെ വസ്ത്രധാരണം കൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം 2 കഥകൾ ഉപോത്ബലകമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ഒരു പെൺകുട്ടി ഗർഭിണിയായി. അത് സഹോദരൻ എന്നാണത്രേ. അത് സഹോദരി വീട്ടിൽ ഒരു നിക്കറും ബനിയനും ഒക്കെ ഇട്ടാണ് നടന്നിരുന്നത്. അതുകൊണ്ട് പ്രലോഭിതനായിട്ടാണത്രേ ഈ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ സാഹോദര്യം എന്താണെന്ന് പഠിപ്പിക്കാതിരുന്നത് കൊണ്ടും എങ്ങനെയാണ് സ്വന്തം വികാരങ്ങളെ ക്രിസ്തുവിൽ നാം പരിവർത്തിപ്പിക്കേണ്ടതെന്ന് അറിവില്ലാതെ പോയതുകൊണ്ട് ജീവിതത്തിൽ ശരീരത്തിന്റെ താൽക്കാലികതകളെക്കാൾ അപ്പുറം നിത്യജീവനുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസബോധ്യത്തിൽ വളരാൻ കഴിയാതെ പോയതുകൊണ്ടും സംഭവിച്ചൊരു കാര്യമാണ്. എവിടെയെങ്കിലുമൊക്കെ പിഴവായിട്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ടാകാം. അതുകൊണ്ട് വീടിനകത്ത് പ്രലോഭനകാരിയാണ് സ്ത്രീ എന്ന് പറയുന്ന മനുവിന്റെ നീതിശാസ്ത്രം. മനു അങ്ങനെ പറയുന്നുണ്ട്, ആണുങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ സ്ത്രീകൾ അവിടെ ഉണ്ടെങ്കിൽ ഇരിക്കരുത്, അവരെന്ത് ആക്രമിക്കുമെന്ന് നിലയ്ക്കാം. അതേപോലെയുള്ള പഴകിത്തുരുമ്പിച്ച മനുഷ്യത്വ വിരുദ്ധമായ പ്രയോഗങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് ദേവാലയത്തിൽ ബലിമേശകൾ നടത്തുമ്പോൾ സൂക്ഷിക്കണം. ദൈവജനത്തെ ഇങ്ങനെ അവമതിക്കരുത്. അപകടകാരിയായ ഒരു തിന്മയാണത്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി വളരട്ടെ. ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ അവരെ വളർത്തുക എന്നതാണ് പരമപ്രധാനം. ക്രിസ്തുവുമായി അങ്ങനെ ബന്ധത്തിലാകുമ്പോൾ എന്ത് ധരിക്കണമെന്ന് അവർക്കൊരു ധാരണ ഉണ്ടാവും. ഞാൻ എങ്ങനെയായിരിക്കണം. അതിനു പകരം പുരുഷാധിപത്യ സമൂഹത്തിന്റെ അക്രമോത്സുകമായ അധികാര അധീശത്വ ഭാവങ്ങൾ സഭയുടേതും ദൈവത്തിൻ്റെതുമാണെന്ന മട്ടിൽ അവതരിപ്പിക്കരുത്. തിന്മയാണത്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് സമ്പൂർണമായ അവകാശം സ്ത്രീകൾക്കാണ്. അവർ ഇഷ്ടമുള്ളത് ധരിക്കട്ടെ, പുരുഷന്മാരും അങ്ങനെ ചെയ്യട്ടെ. വ്യക്തിപരമായി അവരവരുടെ വിശ്വാസ ബോധ്യങ്ങളും അവരവരുടെ സൗകര്യങ്ങളും അവരവർക്ക് സ്വന്തം വ്യക്തിത്വത്തെ സംബന്ധിച്ച് ബോധ്യമുണ്ടാകുന്നതരമായ വസ്ത്രങ്ങൾ അവർ ധരിക്കട്ടെ. നമ്മൾ എന്തിനാണ് മനുഷ്യരെ ഇങ്ങനെ വെട്ടിമുറിക്കുന്നത്, മനുഷ്യരെ ഇങ്ങനെ ഇടിച്ചു താഴ്ത്തുന്നത്? മനുഷ്യത്വത്തിന്റെ ഏറ്റവും മഹനീയ ഭാവമായ സ്നേഹത്തെയും സാഹോദര്യത്തെയും അപഹസിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, പറയാൻ തുടങ്ങിയ വിഷയത്തിലേക്ക് എത്താൻ പറ്റില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ സ്ത്രീ സംബന്ധമായുള്ള പരാമർശങ്ങളെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു പ്രസംഗത്തെ സംബന്ധിച്ച് പറഞ്ഞു വന്നപ്പോൾ തന്നെ സമയം അധികമായി. അതുകൊണ്ട് ഇന്ന് നമുക്ക് നിർത്താം. പക്ഷെ ഈ വിഷയം നമ്മൾ നിർത്തുന്നില്ല. സ്ത്രീകളെ സംബന്ധിച്ച് തുടർ ഭാഗങ്ങളിൽ എന്താണ് വസ്ത്രധാരണത്തെ സംബന്ധിച്ചും ജീവിതത്തെ സംബന്ധിച്ചും സഭയുടെ കാഴ്ചപ്പാട്, അപ്പോസ്തലന്മാർ എന്താണ് പറഞ്ഞത്, പ്രത്യേകിച്ചും ലേഖന ഭാഗങ്ങളിലാണ് അധികം നമുക്ക് കാണാൻ പറ്റുക, എന്താണ് പറഞ്ഞത്, വെളിപാടിൽ പറയുന്നതിന്റെ അർത്ഥം എന്താണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. മനുഷ്യത്വത്തെ മഹത്വീകരിക്കാൻ വേണ്ടിയാണ്, ദൈവത്വത്തിലേക്ക് വരുത്താൻ വേണ്ടിയാണ് ക്രിസ്തു മനുഷ്യാവതാരം എടുത്തത്, മനുഷ്യനെ തരം താഴ്ത്താനല്ല. അതുകൊണ്ട് ശരീരം പരിശുദ്ധമാണ്, ദൈവത്തിന്റെ ആലയമാണ്. ആ ബോധ്യത്തിൽ നമുക്ക് വളരാൻ കഴിയട്ടെ. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ധാരണയും വിശ്വാസം സംബന്ധിച്ച് ഉത്തമ ബോധ്യങ്ങളും നമ്മെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.